സോ ഹലോ ഗൈസ് വാട്സപ്പ്, ഞാൻ നിങ്ങൾ സ്വന്തം മച്ചൂസ് ഗെയിമിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന മൈൻക്രാഫ്റ്റാണ്. ബട്ട് നമ്മളിപ്പോൾ അത് ഒരു സ്പീഡ് റൺ ചെയ്യാൻ പോവുകയാണ്. ഏതെങ്കിലും കൂട്ടുകാരന്മാർ ചാനൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയറും ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മൾ സ്പീഡ് റൺ ഇതുവരെ നമ്മൾ ചെയ്ത് നമ്മുടെ എപ്പിസോഡൈസ് ആയിട്ട് ഇട്ടിട്ടില്ല. അപ്പോൾ അത് ഇടാൻ ഓർത്തു. ഇത് നമ്മുടെ ലെസ്പ്ലേ ആണ്, അതിന് നിങ്ങൾ നെയിം പറഞ്ഞിട്ടില്ല. ലെസ്പ്ലേക്ക് എത്രയും പെട്ടെന്ന് നെയിം പറയാം. ഓക്കെ, നമുക്ക് എന്താണെങ്കിൽ ഒരു ക്രിയേറ്റ് ന്യൂ വേൾഡ് കൊടുക്കാം. ക്രിയേറ്റ് വേൾഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ വേൾഡ് ക്രിയേറ്റ് ചെയ്ത് ഇത് ഒറ്റ എപ്പിസോഡായിട്ടാണ് ഞാൻ മൊത്തം ചെയ്യാൻ പോണത്. പക്ഷേ ഈ ഒറ്റ എപ്പിസോഡ് മിനിമം 2 മണിക്കൂർ 3 മണിക്കൂർ എത്ര ആവുമെന്ന് എനിക്ക് ഐഡിയ ഇല്ല. കാരണം വെച്ചാൽ ഞാനിതുവരെ അങ്ങനെ അധികമായിട്ട് ഒറ്റയ്ക്ക് സ്പീഡ് റൺ കളിച്ചിട്ടില്ല കേട്ടോ. കൂട്ടുകാരായിട്ട് കളിച്ചു എന്നല്ലാതെ ഒറ്റയ്ക്ക് കളിച്ചിട്ടില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പേരടിച്ചിട്ടാട്ടോ ഗൈസ്, ഒറ്റ കളിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈസി കൊടുത്തേക്കാം ഗൈസ്. ഞാൻ ഇതുവരെ ഒറ്റയ്ക്ക് കളിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അബദ്ധങ്ങളൊക്കെ ചെയ്തെന്ന് വരും ഗൈസ്. അപ്പോൾ അതുപോലെ സമയം വൈകുന്നു വരും. അതുകൊണ്ടാണ് ഗൈസ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ യെസ്, നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ക്രിയേറ്റ് ചെയ്തു ഗൈസ്. അപ്പോൾ ഇത് ഒരു 5-10 വീഡിയോ ആയിട്ടായിരിക്കും വരിക. ഞാൻ പറ്റുന്നത്ര സ്പീഡിൽ ഞാൻ തീർക്കും, പറ്റുന്നത്ര എപ്പിസോഡായിട്ട് കുറയ്ക്കും. 10 മിനിറ്റിൻ്റെ വീഡിയോസായിട്ട് ഞാൻ ഇടുള്ളൂ. എന്നാലാണ് എൻ്റെ കയ്യിൽ നെറ്റ് എത്ര ഉണ്ടാവുള്ളൂ ഗൈസ്, അതുകൊണ്ടാണ്. ഓക്കെ, വേറെ തോന്നരുതേ. ഓക്കെ ഗൈസ്, അപ്പോൾ അത് ബ്ലോക്കാണ്. അതേപോലെ തന്നെ റിജക്റ്റ് കോളും കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. കാരണം അല്ലെങ്കിൽ ഇടയ്ക്ക് ആരെങ്കിലുമൊക്കെ വിളിച്ച് ശല്യം ചെയ്യൂടെ, അതെനിക്കിഷ്ടമല്ല. ശല്യം ചെയ്യല്ല മീൻസ് റെക്കോർഡ് കട്ടായി പോകും ഗൈസ്, എല്ലാം പോകും, ഉള്ളതെല്ലാം പോകും. സ്വന്തം മൊബൈലായാലും കുഴപ്പമില്ല ഗൈസ്, വിളിക്കില്ല എന്ന് നമുക്കറിയാമല്ലോ. പക്ഷേ ഇത് സ്വന്തം മൊബൈലില്ലാത്തതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ആര് വേണമെങ്കിലും വിളിക്കാം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഇച്ചിരി ടാസ്കുകൾ വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു മരം മുറിച്ച് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തേക്കാം. ഒരു കുഞ്ഞു മരമൊന്നുമില്ല. ഓക്കെ, ഇതാ ചെറിയൊരു. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കുക, ഒരു ബെഡ് ഉണ്ടാക്കുക കേട്ടോ. നമ്മുടെ ബെഡാണ് ഇപ്പോഴത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ. ബെഡും ഫുഡും കേട്ടോ. ബെഡും മെയിനായിട്ട് ബെഡും ഫുഡുമാണ് നമുക്കിപ്പോൾ ടാസ്ക് എന്ന് പറഞ്ഞാൽ. ബെഡ് വലിയ ഉപകാരമൊന്നുമില്ല, സ്പീഡ് റണ്ണാണ്, നമ്മൾ സർവൈവ് ചെയ്യുന്നില്ല. പറ്റുന്നത്ര സ്പീഡിൽ നമ്മൾ ചെയ്യുകയാണല്ലോ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണെങ്കിൽ ബെഡ് എടുത്തേക്ക് ആവശ്യം വരും. പിന്നെ ഒരു സ്റ്റാക്കോളം മരം ഞാൻ ഉണ്ടാക്കി വെക്കാൻ പോകട്ടെ. കാരണം വെച്ചാൽ ഞാൻ ഇതുവരെ സ്പീഡ് റൺ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ എന്തൊക്കെ പൊട്ടത്തരം ചെയ്യുന്നു എനിക്ക് തന്നെ ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു സ്റ്റാക്കോളം മരം ഞാൻ സെറ്റ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് തന്നെ വുഡ് ഞാൻ സെറ്റ് ചെയ്യാൻ പോകട്ടെ, ഒരു സ്റ്റാക്കോളം. അതാണെങ്കിൽ പിന്നീട് നമുക്ക് അതിനകത്ത് പേടിക്കണ്ടല്ലോ ഗീസ്, അതിന് വേണ്ടിയാണ്. ഓക്കെ, നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ട് 1 സ്റ്റാക്കോ 2 സ്റ്റാക്കോ വുഡ് സെറ്റ് ചെയ്യാം. ഓക്കെ, ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കുക, ക്രാഫ്റ്റിംഗ് ടേബിൾ വെക്കുക. അതുപോലെ ഒരു പിക്കാക്സ് ഉണ്ടാക്കുക. പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറിയ മൈനിങ് ചെയ്ത് സ്റ്റോൺ ടൂൾസുകളാക്കണം നമുക്ക്. സ്റ്റോൺ ഇവിടെ ഒരു കുഴി ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, അവിടെ സ്റ്റോൺ ഗൈസ്, ഞാൻ കണ്ടു. നമ്മൾ സ്റ്റോൺ എടുക്കുക. പിന്നെ ഗൈസ് നമ്മൾ ജാവ മൈൻക്രാഫ്റ്റ് ഉടനെ തുടങ്ങാൻ പോകട്ടെ ഗൈസ്. അത് നമ്മൾ മൊബൈൽ സെറ്റ് ചെയ്യാൻ പോവാണ്. മൊബൈൽ സെറ്റ് ചെയ്ത ഉടനെ ജാവ മൈൻക്രാഫ്റ്റ് ഉണ്ടാവും. ഓക്കെ, കോളുണ്ട് കേട്ടോ ഗൈസ്. കോൾ നമുക്ക് അർജൻറ്റായിരുന്നു, ഞാൻ കോള് എന്ത് ചെയ്യുമെന്ന് ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. കോളും സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കേവിൽ തന്നെ ഇറങ്ങാം കേട്ടോ. നമുക്ക് ഒരു ഫുൾ ആർമർ സെറ്റ് ചെയ്യണം, അങ്ങനെ കുറേ പരിപാടികളുണ്ടല്ലോ. അപ്പോൾ ഈ കേവിൽ തന്നെ ഇറങ്ങേണ്ടി വരും. അതുപോലെ റീസ്പോൺ സെറ്റ് ചെയ്യാനാണ് മെയിനായിട്ട് നമ്മൾ ബെഡ് യൂസ് ചെയ്യുന്നത്. നമുക്ക് കോബിൾ സ്റ്റോൺ കുറേ കിട്ടൂടെ. ശരിയാണ്, കോബിൾ സ്റ്റോൺ കുറേ കിട്ടും കുറച്ച് കഴിയുമ്പോൾ. നമ്മൾ മൈനിങ്ങിന് മുമ്പ് ഇഷ്ടമാതിരി കോബിൾ സ്റ്റോൺ മാത്രമേ കിട്ടലുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇപ്പോൾ വുഡും പിന്നെ നമുക്ക് സെറ്റ് ചെയ്യാം. കാരണം വെച്ചാൽ ഫസ്റ്റ് നമുക്ക് ഉറങ്ങണമല്ലോ, അപ്പോൾ വുഡ് നമുക്ക് പിന്നെ സെറ്റ് ചെയ്യാം. ആദ്യം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് ബെഡാണ് ഗീസ്, ബെഡും ഫുഡുമാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്കൊന്ന് സെറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് തന്നെ വരാം. നമ്മൾ വില്ലേജ് ഒന്നും കണ്ടെത്തി പോകേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ ഗീസ്. അപ്പോൾ വില്ലേജ് ഒന്നും കണ്ടെത്തി പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് അത് പയ്യാണ് ചെയ്താൽ മതി. ഓക്കെ, നൈസ്. ഒന്നിനെ കൊന്നു. ഫുഡ് കാര്യങ്ങളൊക്കെ സെറ്റാക്കണം. ഫുഡും അതേപോലെ ബെഡും, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് 3 പശുവിനെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനിയൊരു ചെറിയ ടൈം ലാപ്സ് പോലെ അങ്ങാവാം.
ഗൈസ് കത്തി പൊട്ടുന്നവരെ ഞാൻ ഇരുന്ന് കളിച്ചിട്ടോ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് ഇനി ഫുള്ള് ഈ കോൾ മൊത്തം മൈൻ ചെയ്യുക, ഫുഡൊന്ന് മൊത്തം സ്മെൽറ്റ് ചെയ്യാട്ടോ. ഇത്ര കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അതും കൂടെ ചെയ്തിട്ട് ഞാൻ ചാടി ഓടി വരേണ്ടി വരും. ഇത്ര രക്ഷയുള്ളൂ. ഇവിടെ കുറേ കൂട് കണ്ടാണല്ലോ. ഓക്കെ, എന്നാലും കൂട് കുറവാട്ടോടെ. കൂട് കൊണ്ടൊന്നും ഒന്നാവുന്ന എനിക്ക് തോന്നുന്നില്ല. കൂടിൻ്റെ ആവശ്യം ഇനിയും വരും. കാരണം നമ്മൾ കെ വി പോവുകയാണെങ്കിൽ നല്ല പണിയാണ്. കെ വി പോകാനുള്ള നമ്മൾ സ്മെൽട്ടെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കെ വി പോകാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കെ വി പോകും കേട്ടോ. അല്ലാതെ കെ വി പെട്ട് ഒരു കാര്യമില്ല. ഗൈസ്, അപ്പം ഞാൻ ഇതുകൂടെ ചേട്ടാ കൊല്ലേ തേഞ്ഞ് ഗൈസ് ചത്തു എന്നാ തോന്നുന്നു കേട്ടോ. ഏകദേശം ചത്ത രീതി ഉണ്ട്. എൻ്റെ പൊന്നെ, ഞാൻ എങ്ങനെ എത്താനാടാ? എവിടെയാ സ്ഥലം എന്ന് ഒരു എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അത് അവിടെ അങ്ങനെ കയറി ഇരിക്കേണ്ടി വരും. ഇവിടെ അങ്ങ് പൊട്ടിക്കാം. ഈ വിച്ചിൻ്റെ സൗണ്ട് അല്ലടാ അത്. ഓക്കെ, ഏകദേശം ഇനി ഇവിടുന്ന് ഞാനങ്ങ് മൈനിങ് തുടങ്ങട്ടെ. കാരണം വെച്ചാൽ ഇനി മേലെ കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, മേലെ കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഞാൻ ഇവിടുന്ന് എല്ലാ മൈനിങ്ങും തുടങ്ങുകയാണ്. ഇവിടുന്ന് ഞാൻ താഴോട്ട് പോകും കേട്ടോ. കേവ് ഞാൻ ചെയ്യുന്നില്ല. കേവ് ചിലപ്പോൾ എനിക്ക് പണി കിട്ടാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, ഏകദേശം നമ്മൾ പകുതിയോളം പരിപാടി കഴിഞ്ഞ് ചുമ്മാ ഇരിക്കല്ലേ. ഇത് ലെതർ കുറേ ചുമ്മാ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഇച്ചിരി ലെതർ ആർമറൊക്കെ ഇടുന്ന ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഗൈസ്, ഉറപ്പുള്ള കാര്യമാണ്. ചുമ്മാ ഒരു രസമല്ലേ ഇതൊക്കെ. ബൈ. ഓക്കെ, അപ്പോൾ ലെതർ ആർമർ ഇട്ടു. എന്താ കളർ ചേഞ്ച് ചെയ്ത് എന്തൊക്കെ ചേഞ്ച് ചെയ്ത് എന്തിനാണ്. അപ്പോൾ താൽക്കാലികമായിട്ട് ഇവിടെ ഇട്ട് റീസ്പോണും അടിച്ചു. അത് കഴിഞ്ഞിട്ട് ടോർച്ച് ഉണ്ടാക്കണം. ഇനി ടോർച്ച് വേണം. ടോർച്ച് ഓക്കെ, 12 ടോർച്ച്. ഓക്കെ, 12 ടോർച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ അട്ടൊക്കെ കയറി വരുന്നവൻ. ഓക്കെ, 12 ടോർച്ച് ഉണ്ടാക്കിയിട്ട് ഇവിടെയും വെച്ച്. എൻ്റെ പൊന്നുമോനെ, ഞാൻ 3 ആർട്ടിലാണ് നിൽക്കുന്നത്. ഇതുവരെ ഞാൻ ചത്തിട്ടില്ല. പരമാവധി ചാവാതെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര പറ്റുമോ അത്ര ചാവാതെ കംപ്ലീറ്റ് ചെയ്യണം. അതാണ് എൻ്റെ ആഗ്രഹം കേട്ടോ. അപ്പോൾ ഇനി ഫുഡ് ഹാർവെസ്റ്റ് ചെയ്യാം. ഇതിനകത്ത് വേണ്ടാത്ത കുറേ സാധനമുണ്ട്. അതൊക്കെ എടുത്ത് ഇനി എങ്ങോട്ടും കാട്ടിലേക്ക് കളയണം ഗൈസ്. ഇതിപ്പോൾ കളഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ തിരിച്ചെൻ്റെ കയ്യിലേക്ക് പിക്കാവുള്ളൂ. പിന്നീട് അത് എവിടെയെങ്കിലേക്കൊക്കെ കളയാം. ഞാൻ സാധാരണ മൈൻഡ് ചെയ്യുന്ന പോലെ മൈൻഡ് ചെയ്യാം ഗൈസ്. ഇപ്പോൾ അത് 55ആണ്. 17ാം ലെവലിലാണ് അയൺ ഉള്ളതെന്നാണ് എൻ്റെ ഒരു അറിവ്. യെസ്, 17ാം ലെവൽ. അതെ 17ാം കണ്ടാണ്. ഒറ്റൊന്നായിട്ട് മൈൻഡാടാ. എന്തൊരു നേരെ ഇത് സർവൈവ്